രാത്രി ഏകദേശം 2 മണിയായി കാണും. ഞാൻ ഉറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ജനലിലൂടെ വന്ന നേരിയ നിലാവെളിച്ചം എന്നെ അസ്വസ്ഥനാക്കി. സാധാരണ ഞാൻ ജനൽ അടച്ചിട്ടാണ് ഉറങ്ങാർ, പക്ഷേ അന്ന് എങ്ങനെയോ അത് തുറന്നുപോയിരുന്നു. എഴുന്നേറ്റ് ജനൽ അടയ്ക്കാൻ എനിക്ക് മടി തോന്നി. പെട്ടെന്ന് ജനലിനടുത്ത് എന്തോ അനങ്ങുന്നതുപോലെ തോന്നി. ബാക്കി കാണുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബാക്കി കേൾക്കുക. ഒരു നിഴൽ, മനുഷ്യരൂപമുള്ള ഒരു നിഴൽ. എന്റെ നെഞ്ചിടിപ്പ് കൂടി. ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. അതൊരു തോന്നലായിരിക്കുമെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു. കുറച്ചുനേരം കഴിഞ്ഞ് പതിയെ കണ്ണു തുറന്നു. അവൾ അവിടെ തന്നെയുണ്ടായിരുന്നു. ജനലിന്റെ കമ്പികളിൽ പിടിച്ച് എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. വെളുത്ത ഒരു രൂപം, കണ്ണുകൾക്ക് പകരം 2 കറുത്ത ഗർത്തങ്ങൾ മാത്രം. അവളുടെ വായിൽ നിന്ന് ഒരുതരം നേർത്ത ശബ്ദം പുറത്തുവരുന്നുണ്ടായിരുന്നു. അതൊരു കരച്ചിലാണോ അതോ ചിരിയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ശബ്ദം എന്റെ തലച്ചോറിൽ തുളച്ചുകയറുന്നതുപോലെ തോന്നി. ഞാൻ പുതപ്പെടുത്തു, തലവഴി മൂടി. ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്റെ മുറിയിൽ അവൾ തനിച്ചല്ലെന്ന് എനിക്ക് തോന്നി. തണുത്ത ഒരു സ്പർശം എന്റെ കാലിൽ അനുഭവപ്പെട്ടു. ഞാൻ പേടിച്ച് പുതപ്പ് വലിച്ചെറിഞ്ഞു. അവൾ എന്റെ കട്ടിലിന്റെ അടുത്തേക്ക് വന്നിരുന്നു. അവളുടെ കൈകൾ എന്റെ നേർക്ക് നീട്ടി. ആ കറുത്ത കണ്ണുകൾ എന്നെ വിഴുങ്ങാൻ പോവുകയാണെന്ന് തോന്നി. ഞാൻ ഉറക്കെ നിലവിളിച്ചു. പിറ്റേന്ന് രാവിലെ എന്റെ അമ്മ മുറിയിൽ വന്നപ്പോൾ ഞാൻ കട്ടിലിനടിയിൽ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു. അന്ന് രാത്രി ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ എന്ന് അമ്മ ചോദിച്ചു. പക്ഷേ എനിക്കറിയാം, അതൊരു സ്വപ്നമായിരുന്നില്ല. ആ രൂപം ഇപ്പോഴും എന്റെ ഓർമ്മകളിൽ ഒരു പേടി സ്വപ്നമായി നിലനിൽക്കുന്നു.